എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്. ഇത്രയും കാലമായി നിങ്ങൾ എനിക്ക് റിപ്പോർട്ട് ചെയ്യുന്ന എല്ലാം ഇനി റിപ്പോർട്ട് ചെയ്യേണ്ടത് നന്ദിനിക്ക. എന്റെ മേശപ്പുറത്ത് ഇതുവരെ എടുത്തിരുന്ന എല്ലാ തീരുമാനങ്ങളും ഇനി നന്ദിനി ആയിരിക്കും എടുക്കുക. എന്നാര് പറഞ്ഞു? ആര് പറയണം? ഞാൻ പറയണം. പത്മ ഇൻഡസ്ട്രീസിനെ കുറിച്ച് ഒരു തീരുമാനം പറയാനുള്ള അധികാരം എനിക്ക് മാത്രമാണ്. അതെ, അധികാര തർക്കമാണെങ്കിൽ മാഡത്തിന് കോടതിയിൽ പോവാം. എനിക്ക് വിരോധമൊന്നുമില്ല. ഇത് കുറച്ചു മുമ്പേ ആന്റി വിവേകിനോട് പറഞ്ഞ വാചകമല്ലേ? ആ ദളിയൻ എങ്ങനെ കിട്ടി? അളിയാ, അമ്മയുടെ ചെവി കടിച്ച് തിന്നണ്ട. ഇപ്പോ ഇവിടെ ഓഫീസിലെ ചില ഗൗരവമുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടാ. അതും പുതിയ സിഇഒയുടെ പോസ്റ്റിങ്ങിനെ പറ്റി. ആരാ പുതിയ സിഇഒ? അല്ലേ, സിഇഒക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയാണോ ഇവളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മുതലാളിക്ക് കാലൊന്ന് തളർന്നു പോയാൽ കൂടെ ഇരുന്ന് പരിചരിക്കാം. അയാള് സഞ്ചരിക്കുന്ന വണ്ടി ഇങ്ങനെ ഉന്താം. അതിനപ്പുറമുള്ള എന്ത് യോഗ്യതയാടാ ഇവക്കുള്ളത്? നിനക്ക് തമാശ കളിക്കേണ്ട സ്ഥലം ഇത്. വീട്ടുവേലക്കാരിക്ക് ഇരിക്കാൻ ഓഫീസിൽ ഒരു ഇരിപ്പിടം ഉണ്ടാക്കണം എന്നുള്ളത് അത്യാവശ്യമാണെങ്കിൽ ആ ആനന്ദിനോട് പറയ്, ഓഫീസിലെ പിന്നാമ്പുറത്തൊരു സ്ഥലം അയാൾ കണ്ടെത്തി തരും. ഓഫീസിനകത്തിരിക്കാൻ വേണ്ടി നന്ദിനിയുടെ അയോഗ്യത എന്താ? പറ. ഈ യോഗ്യതയോ അയോഗ്യതയൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത് കഴിഞ്ഞതാ. ഇതേ ഇവള് ചാണകം വരുന്ന തൊഴുത്തല്ല, കോടികളുടെ ബിസിനസ് നടക്കുന്ന ഒരു ഓഫീസാണ് പത്മ ഇൻഡസ്ട്രീസ്. ഇതിനകത്തേക്ക് കാലെടുത്ത് വെക്കാനുള്ള ഒരു യോഗ്യത പോലും നിന്റെ ഈ ഭാര്യ എന്ന് പറയുന്ന ഈ വേലക്കാരിക്ക് ഇല്ല. ഇവിടെ ഒരു സൂപ്പർ തസ്തികയിൽ പോലും ആളെടുക്കുമ്പോ വ്യക്തമായ യോഗ്യതയും മതിയായ ഇന്റർവ്യൂ നടത്തിയിട്ട. ഈ നിൽക്കുന്നവരിൽ ആർക്കെങ്കിലും ഉള്ള ഒരു യോഗ്യത നീ പറയുന്ന ഇവൾക്കുണ്ടോ? നോ ഡൗട്ട്. നന്ദിനിയുടെ കഴിവുകൾ എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. അതെ, MDയുടെ കസേരയിലേക്ക് പത്മ മേഡത്തിന്റെ ആരും പ്രസവിച്ചിട്ടൊന്നുമല്ലോ. കമ്പനി തുടങ്ങിയതിന് ശേഷം ആ സീറ്റിലിരുന്ന് മാഡം കാര്യങ്ങൾ പഠിച്ചതല്ലേ? അങ്ങനെ ഒരു പുതിയ കാര്യം പഠിക്കാൻ നിങ്ങളെക്കാളും കഴിവുണ്ട് നന്ദിനിക്ക്. പഠിച്ചെടുത്ത കാര്യങ്ങൾ നിങ്ങളെക്കാൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ ചങ്കൂറ്റുണ്ട് നന്ദിനിക്ക്. കൂടെ നിൽക്കുന്നവരെ സഹജീവികളായിട്ട് കാണാനും അവരുടെ വേദനയും വിഷമവും മനസ്സിലാക്കാനുള്ള ഒരു മനസ്സുണ്ട്. പിന്നെ അയോഗ്യത എന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന സാധനം ഉണ്ടല്ലോ, ഇംഗ്ലീഷ്. ഒരു 4 മാസം കുത്തിയിരുന്ന് പഠിച്ചാല് അത് നന്ദിനി മറികടക്കും. ബിക്കോസ് നന്ദിനിയുടെ പുറകിൽ ഞാനുണ്ട്. സർ, ഞാൻ പറയുന്നത് എന്താണെന്ന് കേക്ക്. നന്ദിനി, നോ. എന്താ പത്മ മേഡം? വേണമെങ്കിൽ നന്ദിനിയുടെ കഴിവുകൾ പരീക്ഷിക്കാൻ നമുക്കൊരു മത്സരം തന്നെ നടത്താം. എന്താ നടത്തുന്നോ? ഈ ഓഫീസിൽ വെച്ച് നന്ദിനിയുടെ കഴിവുകളുടെ പേരിൽ ഏറ്റുമുട്ടാൻ മേഡം തയ്യാറാണോ? ആണോ? അല്ല, ഉണ്ടെങ്കിൽ അത് രസകരമായ ഒരു വിനോദമായിരിക്കും. നമുക്ക് മാത്രമല്ല, ഈ ഓഫീസിലുള്ളവർക്ക് എല്ലാവർക്കും. എടാ, ഇവളെ പോലെ ഒരുത്തിയോട് എനിക്ക് മത്സരിച്ച് ജയിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇവളെ പോലെ ഒരുത്തിയെ എന്റെ മുമ്പിൽ മത്സരിക്കാൻ കൊണ്ടുവന്ന് നിർത്തുമെന്ന് പറയാൻ നാണമില്ലടാ നിനക്ക്? ഭാര്യയുടെ തലേണ മന്ത്രവും കേട്ട് ഭാര്യ വേണമെങ്കിൽ നിനക്ക് അന്ധമായി സ്നേഹിക്കാം. പക്ഷെ അവളെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നതേ യോഗ്യതയുള്ള ഒരു സ്ഥലത്തായിരിക്കണം. ദിസ് ഈസ് മൈ കമ്പനി. ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ